ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് വാക്കിംഗ് ആണ് കേട്ടോ. അച്ഛൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടി വിയുടെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ബാ നമുക്കൊന്ന് നടന്നേച്ച് വരാമെന്ന് പറഞ്ഞു. എന്തായാലും കുഞ്ഞുമണീസ് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ അവിടെ കിടത്തി ലോക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ ഒന്ന് നടക്കാനിറങ്ങി കേട്ടോ. ഈ നടക്കാനിറങ്ങിയ കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവിടെ ഇങ്ങനെ ജിലേബി ചുട്ടെടുക്കുന്നു, കൂട്ടത്തിൽ സമൂസയും ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂട് ജിലേബിയും ഒരു തണുത്ത ഐസ്ക്രീമും കഴിക്കാൻ അപ്പോൾ എനിക്കൊരു മോഹം ഉദിച്ചു കേട്ടോ. അപ്പോൾ നേരെ അച്ഛനോട് പറഞ്ഞു നമ്മുടെ 1/4 kg ജിലേബിയും ഒരു തൊട്ടപ്പുറത്തെ കടയിൽ പോയി ഒരു കോൺ ഐസ്ക്രീമും വാങ്ങി കേട്ടോ. എന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. കാരണം ഈ ചൂട് ജിലേബിയും തണുത്ത ഐസ്ക്രീമും കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതും ഈ നൈറ്റിൽ. അപ്പോൾ ഞാൻ നേരെ ഫോൺ എടുത്ത് അച്ഛൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ പിടിച്ചോ എന്ന് പറഞ്ഞു. ഇതൊക്കെ ആ ഐസ്ക്രീം അങ്ങ് ഓപ്പൺ ആക്കി കേട്ടോ. അതിൻ്റെ ആ പേപ്പേഴ്സ് എല്ലാം ആ കവറിൽ തന്നെ ഞാൻ എടുത്തിട്ടു. എന്നിട്ട് അത് ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. ടേസ്റ്റ് ചെയ്തപ്പം അതിന് വലിയൊരു മധുരമായിട്ട് എനിക്ക് തോന്നിയില്ലേ. പിന്നെ നമ്മുടെ ജിലേബിക്ക് നല്ല മധുരം ആയതുകൊണ്ട് ഇതിന് മധുരം ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇച്ചിരി ഒരു കടി കടിക്കാൻ അച്ചാച്ചനും കൊടുത്തു, വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കവർ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് ആ ചൂട് ജിലേബി അങ്ങോട്ട് എടുക്കാനായിട്ട് തുടങ്ങി. ജിലേബി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ ചൂടില്ല. കണ്ടില്ലേ എൻ്റെ മുഖം നിങ്ങൾ കണ്ടില്ലേ? ചൂടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് കടിച്ചു. ജിലേബിയുടെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ, അടിപൊളിയായിരുന്നു. അത് വച്ചം വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഇച്ചിരി ഒന്ന് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ആ എക്സൈറ്റ് അടിച്ച് ആ കണ്ട സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ചൂട് ജിലേബിയും തണുത്ത ഐസ്ക്രീമും ഒക്കെ കഴിക്കുന്ന ആ ഒരു സ്വപ്നം നടന്നില്ല. പിന്നെ എന്തോ ആവട്ടെ എന്ന് വെച്ച് അതങ്ങ് കഴിച്ചു തീർത്തു കേട്ടോ. ജിലേബി അതുപോലെ അവിടെ വെച്ച് ഒരെണ്ണേ കഴിച്ചുള്ളൂ. ഐസ്ക്രീം ഫുള്ളും കഴിച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഏകദേശം ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു 9:15 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിയേ, എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ ഗണേശ ചതുർത്ഥിയുടെ അനുബന്ധിച്ച് എല്ലാ ഗല്ലികളിലും ഈ നമ്മുടെ ഗണേശ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പ്രതിമ ഇങ്ങനെ ഉണ്ടാക്കി അവരത് ഒഴുക്കാനായിട്ട് കൊണ്ടുപോകുമല്ലോ ഓരോരോ ദിവസങ്ങളിലായിട്ട്. അപ്പം അതിൻ്റെ എല്ലാ ഗല്ലിയിലും അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് ഇത് കണ്ടില്ലേ, ഒരു വലിയൊരു നമ്മുടെ ഗൊറില്ല അതിൻ്റെ മണ്ടയിലിരിക്കുന്ന ഗണേശൻ, അങ്ങനെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. അവിടെ എന്തോ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എന്തോ നേർച്ച ഏതാണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പൊതുവേ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നല്ല റഷാണ്, നല്ല ട്രാഫിക്കുള്ള ഒരു ടൈമാണ് ആ ഒരു സമയം കേട്ടോ. അപ്പം ആ ഒരു ട്രാഫിക്കിലൂടെ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. ഫുള്ളി ലൈറ്റായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ലൈറ്റിംഗ് ആണ്, ഫുള്ളി ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടൈം എല്ലാ ഇടത്തും ഇങ്ങനെ ഗണേശൻ്റെയും അല്ലാതെ എന്തോ ദേവിയുടെയൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അത് അങ്ങനെ ഓരോ ഗല്ലിയിലും ഓരോ ഇതായിട്ട് നടത്തുന്നുണ്ട് കേട്ടോ. അന്ന് എന്തോ ഒരു പ്രത്യേക ദിവസമാണ്. ഫുള്ളി എല്ലായിടത്തു നിന്നുമുള്ള രഥങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ആഘോഷപൂർവ്വമായിട്ടൊക്കെ അന്നൊരു ഫുൾ നൈറ്റ് അവിടെ ഇങ്ങനെ രഥങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നൊരു സമയമാണ്. അപ്പോൾ അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോ ഗല്ലിയിലും അവരുടേതായ രീതിയിൽ ഇങ്ങനെ രഥങ്ങളുണ്ടാക്കുകയും അതിനോടനുബന്ധിച്ച് കൊട്ടും പാട്ടും ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോരോ ആ ഒരു ഏരിയയിൽ എല്ലാവരും കൂടെ ചേർന്ന് അത് ഇങ്ങനെ ആഘോഷപൂർവ്വമായി നടത്തുന്ന ഒരു ഇതായിരുന്നു കണ്ടത് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ വർഷം ഇതൊക്കെ കൊട്ടൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്ന് കേട്ടിട്ടുണ്ട് ഉള്ളൂ. അത് നേരിട്ട് കാണാൻ കിട്ടിയ ഒരു സമയമായിരുന്നു കേട്ടോ. ഈ ഒരു ഫുൾ നൈറ്റ് അവിടങ്ങളിൽ ആരും അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഈ ഒരു രഥ ആഘോഷത്തിൻ്റെ ഇതിലായിരിക്കും. അതുപോലെ തന്നെ കച്ചവടക്കാരും കണ്ടില്ലേ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇവർ ഈ സ്നാക്കായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ ചുട്ടെടുത്ത് ഇങ്ങനെ ചൂടോട് വിറ്റുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടാണ് കേട്ടോ. നൈറ്റ് ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഈ ഇതിൻ്റെ കൂടിങ്ങനെ പോകുന്നതുകൊണ്ട് എല്ലാവരും അതൊക്കെ വാങ്ങുകയും ചെയ്യും. അപ്പോൾ കച്ചവടക്കാർക്കും അതായത് ചെറുകിടയായിട്ട് ഇങ്ങനെയൊക്കെ സ്നാക്സ് ഐറ്റങ്ങളൊക്കെ വിൽക്കുന്നവർക്കും ഏറ്റവും നല്ലൊരു ദിവസം കൂടായിരുന്നു അത് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ നിന്ന സമയത്ത് തന്നെ ഒരു ഗല്ലിയിൽ നിന്ന് ഇങ്ങനെ ഒരു ദേവിയുടെ ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു തേരിങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലേഡീസ് എല്ലാം ഇങ്ങനെ താലങ്ങളൊക്കെ പിടിച്ച് അതിങ്ങനെ കൊണ്ടുവരുന്ന ഒരിതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ബാൻഡ് മേളക്കാർ കേട്ടോ. എല്ലാ സ്ഥലത്തും ഓരോ ബാൻഡ് മേളക്കാർ കാണും. ഞാനന്നേരം അച്ഛനോട് പറയാമായിരുന്നു, എന്തായാലും ഇങ്ങനെ ഈ കൊട്ടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. കാരണം അവർക്ക് അന്നത്തെ ഫുൾ ഡേ ഒരു രാവിലെ ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങുന്നതാണ്. ആ ഒരു ടൈം മുതൽ
പിറ്റേന്ന് വെളുപ്പിനെ ഒരു 5 മണി വരെ ഈ ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കൊട്ടി, ഞാനന്നേരം അച്ഛനോട് പറയുകയും ചെയ്തു, ഇവർക്ക് ക്ഷീണമൊന്നുമില്ലേ, ഇവർക്ക് നല്ലൊരു എമൗണ്ട് ആയിരിക്കും ഇതിന് കിട്ടുന്നത്, കാരണം ഒരു ഫുൾ ഡേ ഇങ്ങനെ കൊട്ടി കൊട്ടി നിൽക്കുന്നതല്ലേ. അപ്പോൾ അവരുടെ ബഹളം ഒരു കോണിക്കൂടെ. നമ്മളെ ഇങ്ങനെ ഈ കൊട്ടും മേളം കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ, പ്രത്യേകിച്ച് എനിക്കാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഒന്നൊന്ന് തുള്ളിയാൽ കൊള്ളാമെന്നുള്ളൊരു രീതിയിലായിരുന്നു നിന്നിരുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ അവരെയൊക്കെ വീഡിയോ ഒക്കെ പിടിച്ച് ഞങ്ങളും കുറച്ച് നേരം ഇവരുടെ പുറകെ ഇങ്ങനെ നടന്നു കേട്ടോ. അച്ഛനെ കണ്ടില്ലേ, ആളും ഇങ്ങനെ ഇതിൻ്റെ പുറകെ നടന്ന് നമുക്കും കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ അടുത്ത ബാച്ച് വന്നു. ഇവരെന്ന് പറഞ്ഞാൽ അതൊരു വിളംബരം നടത്തിക്കൊണ്ട് പോവുകയാണ് കേട്ടോ, ഈ കൊട്ടിക്കൊണ്ട് പോകുന്നത്. ഇനിയിപ്പോൾ അവരെ വിളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തെ തേര് ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു നൈറ്റ് ഫുള്ളുള്ളത് കൊണ്ട് അതിന് മുമ്പ് അവർ അതിൻ്റെ വിളംബരം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അസത്യം, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പുതിയ പുതിയ കാഴ്ചകളാണ് കണ്ടോ. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ദേവിയുടെ ഒരു ഇത് വെച്ചിട്ട് അവർ അവിടെ ഇരിക്കുകയാണ്. ഇത് ഇനി രാത്രിയിലേക്ക് അത് എടുക്കത്തുള്ളൂ. അത് കൊണ്ടുപോകാനുള്ള ഒരു തേരാണ് ഇവർ, ഈ രഥമാണ് അവർ ഒരുക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവരുടെ പുറകെ പോയി, ഞങ്ങളങ്ങനെ നടന്ന് അവസാനം നമ്മൾ നമ്മുടെ വീട് നിൽക്കുന്ന ആ ഒരു ക്രോസിലോട്ട് കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് വന്നു കേട്ടോ. അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ വിളംബരമായിട്ട് കൊണ്ടുപോയ ആ ഒരു ബാച്ച് ഉണ്ടല്ലോ, ആ ഒരു ബാച്ച് അവിടെ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് കൊട്ടുമായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ 2 കുഞ്ഞു മണീസുകൾ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം കേട്ടോ. ഇത് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആ ഏരിയയിലുള്ളിടത്ത് ഒരു ഗണേശൻ്റെ വലിയ വിഗ്രഹം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് നമ്മളതൊന്ന് കാണാനായിട്ട് പോയി കേട്ടോ. അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും കുഞ്ഞുങ്ങളും ലേഡീസും ജെൻസും എല്ലാവരും കൂടെ ഭയങ്കര ബഹളമായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു. സത്യം പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു, അച്ഛൻ രാവിലെ വന്നായിരുന്നു ഇവിടെ. രാവിലെ വന്നപ്പോൾ തൊട്ട് ഇവരെല്ലാം ഇങ്ങനെ ഭയങ്കര ഡാൻസും ബഹളമാണ്. അന്ന് ഞാൻ പറഞ്ഞു, എന്തോ എനർജിയാണ്, ചേച്ചിമാരൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആരും മാറുന്നില്ലായിരുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു, അതിങ്ങനെ വലിച്ചെറിയുന്നു, ഡാൻസ് കളിക്കുന്നു. ആർക്കും ഒരു തളർച്ചയോ അങ്ങനെയുള്ള ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ ഇത് ഞാനും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് കൂടി, അച്ഛനോട് പറഞ്ഞിട്ട് ഞാനും അവരുടെ കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും അവരുടെ ചെന്നു. കുറച്ച് നേരം അവരുടെ കൂടെ നിന്ന് കളിച്ചു കേട്ടോ. അതുകൊണ്ട് ആ ഒരു മോള് വന്ന് വിളിച്ചിട്ട് വന്നു. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരം ഞാനും കളിച്ചു കേട്ടോ. കളിക്കാൻ ഇങ്ങനെ നമ്മൾ മുട്ടി നിൽക്കുകയായിരുന്നു ഡാൻസ് കളിക്കാനായിട്ട്. വലുതായിട്ടൊന്നുമില്ല, എനിക്ക് ഓൾറെഡി ഒരു ഇത്തിരി തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നടക്കാൻ തന്നെ പോയത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കൊട്ടും മേളം കേട്ട് കഴിഞ്ഞപ്പോൾ ആ തലവേദന ഇച്ചിരി ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഡാൻസ് കളിക്കാൻ ആരെങ്കിലും നമ്മളൊന്ന് ഇൻവൈറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറി നിൽക്കുന്ന ഒരു സംഗതി നമുക്കില്ല. അപ്പോൾ ആ കൊച്ചു വന്ന് നമ്മളെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ഒന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഫോൺ കൊടുത്തിട്ട് ഞാനും പോയി കേട്ടോ. ആദ്യമേ ഒന്ന് പോകാൻ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതാണ് കേട്ടോ. പിന്നെ അവർ വന്ന് നമ്മളെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നാൽ വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തിട്ട് ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം കിടന്ന് തുള്ളി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങ് തിരിച്ചു പോകുന്നു. കാരണം ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. അതായത് ശനിയാഴ്ചയായിരുന്നു ഈ സംഗതി കേട്ടോ. അപ്പം പിറ്റേന്ന് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ട് ഇനി അവിടെ നിൽക്കുന്നില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് തിരിച്ചിങ്ങ് പോകുന്നേ. അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് നമ്മുടെ ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റി കണ്ണൂരുകാരാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിയോട് ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കി. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ, ഈ ഒരു നൈറ്റ് ഫുള്ള് ഇവിടെ ഈ ഒരു ആഘോഷമായിരിക്കും. അപ്പോൾ ഞാനോർത്ത് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇത് നിൽക്കുമായിരിക്കും. പക്ഷേ അല്ല, ഈ ഒരു പിറ്റേന്ന് മോർണിംഗ് വരെ ഒരു 5 o'clock വരെ ഇതിൻ്റെ ബഹളവും കാര്യങ്ങളും ആയിരിക്കും. ഇത് ഒഴുക്കാൻ കൊണ്ടുപോകുന്നതും അങ്ങനെ രഥങ്ങൾ എല്ലായിടത്തും നിന്നുള്ള രഥങ്ങളൊക്കെ ഇനിയിപ്പോൾ വരും. നമ്മുടെ ആ ഒരു സൈഡല്ല, അങ്ങനെ ഒരു കോവിൽ മീൻസ് അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിലോട്ട് അങ്ങനെ എല്ലായിടത്തു നിന്നുള്ള തേര് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കാണുന്നെങ്കിൽ ആ ഒരു ടൈമിൽ വന്നാൽ മതി, അന്നേരം കാണാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഒരു ടൈമിലൊന്നും നമ്മൾ ഏകദേശം 2 മണി 3 മണിയാവും. ആ ടൈമിലൊന്നും നമ്മളെന്തായാലും വരില്ല. ഏകദേശം തലവേദന നല്ല അങ്ങ് ഹൈ ലെവലിൽ എത്തുകയും ചെയ്തു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. അവരോട് ബായി ഒക്കെ പറഞ്ഞു, പിറ്റേ ദിവസം പള്ളിയിലൊക്കെ പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങ് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. കുഞ്ഞുമണീസ് ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. പിറ്റേ ദിവസം വീഡിയോ കാണിച്ചപ്പോഴാണ് അവരിങ്ങനൊരു കാര്യം നടന്നു എന്നുള്ളത് അറിയുന്നത് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് ഗൈസ്, നമ്മൾ ആരുടെയും കൂടെ കൂടും കേട്ടോ. അതിപ്പം കന്നഡക്കാരായാലും തമിഴരായാലും തെലുങ്കരായാലും നേപ്പാളീസ് ആയാലും നമ്മൾ അവരുടെ കൂടെ കൂടും. അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരും. അവർ നമ്മളെ കൂട്ടാൻ തയ്യാറാണെങ്കിൽ അവരുടെ കൂടെ നമ്മൾ നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും പങ്കെടുക്കില്ല, ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടില്ല, ഹിന്ദുസിൻ്റെ കൂടില്ല, അങ്ങനൊരു മാറ്റം ഞങ്ങൾക്കില്ല കേട്ടോ. അവർ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും അവരുടെ കൂടെ കൂടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ പൊതുവേ ഏകദേശം ആ ഒരു ലെവലിലുള്ളവരാണല്ലേ. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.